ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച കേസിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിനെതിരായ ഇഡിയുടെ സമൻസ്. 2023 അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനും സമൻസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ കേസിന്റെ തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. 2023 സമൻസ് അയച്ചെങ്കിലും ചോദ്യം ചെയ്യലിന് വിവേക് ഹാജരായിട്ടുമില്ല. പിന്നീട് സമൻസ് അയക്കുകയോ മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തോ എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടായിരുന്നില്ല. അന്ന് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെടുത്തിയാണ് വിവേകിനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. കേന്ദ്ര ഏജൻസികൾ CPM നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെ എടുക്കുന്ന കേസുകളെല്ലാം തന്നെ അന്വേഷണ പുരോഗതി ഇല്ലാതെ കിടക്കുന്നുവെന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് വിവേകിന് ഇഡി നോട്ടീസ് അയച്ചിട്ടുള്ളത്. എന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി പിന്നീട് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടുമില്ല. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ 2024 ഒക്ടോബറിൽ SFIO ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. കേസിൽ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ച മാത്യു കുഴൽനാടനും തിരിച്ചടിയേറ്റിരുന്നു. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് കരിമണൽ വ്യവസായിയുടെ കയ്യിൽ നിന്നും അനധികൃതമായി പണം പറ്റിയെന്നതായിരുന്നു ആരോപണമുയർന്നത്. SFIO നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു വന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇഡി നടത്തിയ അന്വേഷണ പ്രകാരം 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, മുൻ മന്ത്രിയായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നിവർക്ക് പുറമെ CPMനെയും പ്രതി ചേർത്തുകൊണ്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് ഇഡി ആരോപിക്കുന്നത്. 128 കോടി രൂപ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയിരുന്നു.